കേരളത്തിന്റെ നേട്ടമല്ലെന്ന് ആരും പറയുന്നില്ല, CPM-ന്റെ നേട്ടമല്ലെന്ന് മാത്രമേ ഇതുള്ളൂ. കാരണം ഈ ഏറ്റവും എന്താ പറയാ കുരുത്തം കെട്ട ഒരു കുട്ടിയെ പിടിച്ച് ക്ലാസ്സിലെ ഹെഡ് മാസ്റ്റർ ആക്കുക, അല്ലെങ്കിൽ എന്താ പറയുക സ്കൂൾ ലീഡർ ആക്കുക എന്നൊരു പരിപാടിയുണ്ട്. എന്ന് പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ ഏറ്റവും വലിയ തടസ്സമായിരുന്നു ഇന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവ്. ഭൂമിക്കടിയിലെ ഏറ്റവും വലിയ ബോംബാണെന്ന് പറഞ്ഞ് നടത്തിയതിന്റെ ഇതൊക്കെ ഇപ്പോഴും ഗൂഗിളിൽ അവൈലബിൾ അല്ലേ? ഇല്ലേ? ഇപ്പൊ ജയ്ക്ക് ഇവിടെ പറയാം CPM-ന്റെ പ്രതിനിധി, അങ്ങനെയാണല്ലോ ഞങ്ങളെയൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. CPM-ന്റെ പ്രതിനിധി പറയുകയാണ്, ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് CPM-ന്റെ പ്രതിനിധി, ദയവേത് അങ്ങയുടെ പാർട്ടിക്കാരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്ത്. ദയവേത് ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യം അങ്ങ് അപഹാസ്യനാവല്ലേ? ഞാൻ അതിന്റെ പോസ്റ്റർ ഉൾപ്പെടെ എടുത്ത് പോയിട്ട് തരാം. നോക്കൂ, ഇവിടെ പറയുകയാണ് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 2010 സർവകക്ഷി യോഗത്തിൽ വിളിച്ചിട്ട് പറയണം 30 മീറ്റർ മതി. ഞങ്ങളും ഉണ്ടായിരുന്നു. 30 മീറ്റർ മതി എന്ന് കേരളത്തിലെ സർവകക്ഷി യോഗം തീരുമാനിച്ച് ഈ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ടത് കുറയ്ക്കണം എന്ന് പറഞ്ഞതല്ലേ? ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കാണിക്കേണ്ട മാന്യത കാണിക്കാൻ തയ്യാറാണോ? ഇവർക്ക് ഒറ്റ വലിയ പ്രശ്നമുണ്ട്, നരേന്ദ്രമോദിയുടെ പ്രേതം പിടികൂടിയിരിക്കുകയാണ്. 2016 കേരളം രൂപീകരിക്കപ്പെട്ടത് എന്ന ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത്. 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുന്ന പോലെ. അച്യുതാനന്ദൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു, CPM-ന്റെ പ്രതിനിധി. അച്യുതാനന്ദൻ പറഞ്ഞ വാക്ക് റെക്കോർഡിക്കലാണ്. സർവകക്ഷി യോഗത്തിന്റെ മിനിറ്റ്സ് എടുത്ത് നോക്ക്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറെ നമ്മൾ പറഞ്ഞല്ലോ. ഞാൻ ഈ ചർച്ചയിലേക്ക് വന്നു കയറുമ്പോൾ ഇപ്പം 1 മിനിറ്റ് വൈകിട്ടാ വന്നത്. അദ്ദേഹം ആദ്യത്തെ സെഗ്മെന്റിൽ ഈ വൻകിട പദ്ധതി ഏകദേശം ഒരു 10 പ്രാവശ്യം വൻകിട പദ്ധതി എന്ന് പറഞ്ഞു. ഒരൊറ്റ വൻകിട പദ്ധതി കാണിക്കാൻ ഷാനി പറഞ്ഞിട്ട് കാണിക്കാനുണ്ടോ? പറയാനുണ്ടോ? പറഞ്ഞു പരുത്തി അവിടെ ഇവിടെയൊക്കെ പോയി പറയുന്നല്ലാണ്ട് ഒരൊറ്റ വൻകിട പദ്ധതിയെ കുറിച്ച് പറയാനുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സ്ഥലമെടുപ്പിന്റെ മേന്മ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിഴിഞ്ഞത്ത് ഇന്ന് ഇതിന് സ്ഥലമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? അതിനും മിണ്ടുന്നില്ലല്ലോ, ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. എങ്ങനെയാണ് സ്മാർട്ട് സിറ്റി പോയതിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. CPM-ന്റെ പ്രതിനിധി പറ, ഈ എറണാകുളത്ത് ഈ പറയുന്ന കൊച്ചി മെട്രോയുടെ 1 കിലോമീറ്റർ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ. CPM-ന്റെ പ്രതിനിധി 10 വർഷമായില്ലേ? 10 വർഷമായിട്ട് പണിയല്ലേ? ഞങ്ങൾ 3 വർഷം കൊണ്ട് ട്രെയിൻ ഓടിച്ചല്ലോ. 10 വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കല്ലേ? 1 കിലോമീറ്റർ തുടങ്ങി വെക്കാൻ നിങ്ങൾ പറഞ്ഞോ? ഏത് വൻകിട പദ്ധതി? ഒരൊറ്റ വൻകിട പദ്ധതി എന്ന് പറഞ്ഞ് പറയാനില്ലെന്ന് മാത്രമല്ല, ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളെ വെട്ടിക്കളഞ്ഞില്ലേ? ഷാനി, നമ്മൾ അന്തിച്ചു പോകൂലേ? 10 മിനിറ്റിനൊന്നും ഇടതടവില്ലാതെ ഇത്ര വലിയ എന്താ പറയാ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയാണ് കേരളം അങ്ങ്. എന്നിട്ട് എന്തിനാ നിങ്ങൾ ഈ പട്ടികജാതി വിഭാഗത്തിന്റെ 3000 കോടി വെട്ടിക്കളഞ്ഞത്? എന്നിട്ട് എന്താ നിങ്ങൾ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാത്തത്? എന്നിട്ട് എന്താ നിങ്ങൾ ഈ പോയിട്ട് പട്ടിക വർഗത്തിനുള്ള സ്കോളർഷിപ്പ് കൊടുക്കാത്തത്? എന്നിട്ട് എന്താ നിങ്ങൾ പെൻഷൻ കൊടുക്കാത്തത്? എന്നിട്ട് എന്താ ആശാ വർക്കർക്ക് നിങ്ങൾ പണം കൊടുക്കാത്തത്? നിങ്ങൾ സാമ്പത്തിക കുത്തകളുടെ രാഷ്ട്രീയമായി മാറിയോ? നിങ്ങൾ ഈ പറയുന്ന വികസനം മുഴുവൻ ഉണ്ടായി. ഈ കേരളം വികസന കുതിപ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ട ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ അവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന വികസനം അങ്ങനെയാണെങ്കിൽ എവിടെ എത്തി? കണക്കുകൾ GST പോലും ഇങ്ങോട്ടേക്ക് എടുത്താൽ ഏതെങ്കിലും കണക്കുകളായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നാണോ ഈ പറയുന്നത്? ഷാനി, ഇത് വെറുതെ ഒരു വാർത്ത ഉണ്ടാക്കുക, ഇവരുടെ അണികൾക്ക് ആവേശം കൊടുക്കാൻ വേണ്ടിയിട്ട്. ശരിയാണ്, അണികൾക്ക് ആവേശം കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാർ പറയും. അതിനേക്ക് അത്തരത്തിലുള്ള പൊള്ളവാക്കായിട്ട് എടുത്താൽ മതി. ഈ പറഞ്ഞ മുഴുവൻ കണക്കുകൾ സംസ്ഥാനത്തെ പൊതുസ്ഥിതിയായും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസവും നോക്കിയാൽ ഈ കണക്കുകൾ മുഴുവൻ പൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞ സമൂഹമാണ് കേരളത്തിലുണ്ട്. അവരാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ മടയത്ത് കിടക്കുന്നത്. ആ ടാർപോളിന് എടുത്തോണ്ട് പോയാൽ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത ഭരണവിരുദ്ധ വികാരം ആ മുഴുവൻ മേഖലകളിൽ ഇന്ന് കേരളത്തിലുണ്ട്. അതിനെ വർഗീയവൽക്കരിച്ച്, അതിനെ വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് കേരളത്തിലെ സർസംഘചാലക്ക് പിണറായി വിജയൻ നോക്കുക. അല്ലെ, കേരളത്തിലെ സർസംഘചാലക്കല്ലേ പിണറായി വിജയൻ? ഇന്ന് വർഗീയത BJP-യേക്കാൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനല്ലേ? സ്വന്തം ADGP RSS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടിട്ട് പോലും അതിലൊരു കുറ്റവും കാണാതെ അയാൾക്ക് DGP-യുടെ പദവിയിലേക്ക് നൽകുന്ന പിണറായി വിജയൻ BJP-ക്ക് പോകുന്ന മുഖ്യമന്ത്രിയല്ലേ? BJP-യുടെ അജണ്ട നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയല്ലേ? ഈ നാട്ടിലെ സകല സമരങ്ങളെ, ആശാ വർക്കർമാരുടെ സമരങ്ങളെ പോലും മുസ്ലിം മത തീവ്രവാദത്തിൽ കെട്ടുക. ഇയാൾ പറഞ്ഞില്ലല്ലോ. BJP-യുടെ ആൾക്കാർ ഉൾപ്പെടുന്നല്ലോ. RSS തീവ്രവാദികൾ ഈ സമരത്തിൽ കടന്നുകൂടിയിരിക്കുന്നു എന്ന് ഇന്നവരെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താ അവർക്ക് തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം മതത്തെ മാത്രം കൂട്ടി പറയേണ്ടത്?
കാരണം മുസ്ലിം മതത്തെ വർഗീയവാദികളെ ചിത്രീകരിച്ച് RSSന്റെ ആഖ്യാനം കേരളത്തിൽ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട RSS നിയോഗിച്ച മുഖ്യമന്ത്രിയും വർഗീയവാദിയാണ് പിണറായി വിജയൻ. അല്ലെങ്കിൽ ഇയാൾ പറയട്ടെ, ആശാവർക്കർമാരുടെ സമരത്തിൽ ഹിന്ദുത്വ തീവ്രവാദികളുണ്ട്, BJPയുടെ ആൾക്കാർ ഉൾപ്പെടെ അതിനകത്തുണ്ടല്ലോ. പേരെടുത്ത് പറയട്ടെ, ഹിന്ദുത്വ തീവ്രവാദികൾ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ പോകുന്നു. പറയില്ല. ജമാഅത്തെയും SDPയുടെയും പറയുന്ന തീവ്ര സംഘടന പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ മാത്രമേ വർഗീയവാദിയാക്കുള്ളൂ. ഇവിടെ CPMന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളോട്ടെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ 9 വർഷം 9.5 വർഷത്തോളമായിട്ട് CPMന്റെ സർക്കാരിനെതിരെ നടന്നിട്ടുള്ള ജനകീയ സമരങ്ങളെ മുഴുവൻ ഈ സർക്കാർ മതതീവ്രവാദികളുടെ സമരം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. അതിന് മതതീവ്രവാദികളുടെ സമരമാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും SDPയും ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അത് തന്ത്രപൂർവ്വം ഞാൻ മുസ്ലിം സമുദായത്തെ മുഴുവൻ അതിനകത്ത് കെട്ടാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. അതേ CPMന്റെ പ്രതിനിധി അടുത്ത ശ്വാസത്തിൽ പറയുകയാണ്, നിസ്കാരപ്പായ വിരിച്ച് ഗെയിലിനെതിരെ സമരം ചെയ്തില്ലേ, നിസ്കാരപ്പായ വിരിച്ച് ഗെയിലിനെതിരെ സമരം ചെയ്തില്ലേ, അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടു നോക്കിയാൽ മതി. എന്തിനാണ് ബന്ധപ്പെട്ട CPM പ്രതിനിധി ഈ ഇരട്ടത്താപ്പ്? നിങ്ങൾ എന്താണ് കഴിഞ്ഞ 10 വർഷം ഈ സർക്കാരിനെതിരെ നടന്ന സമരങ്ങളിൽ RSS ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ മതതീവ്രവാദികൾ ഉപയോഗിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് എന്താ? നിങ്ങൾ കാസയെ കുറിച്ച് പറയാത്തത് എന്താ? BJPക്ക് നോവു അല്ലേ? നിങ്ങൾക്ക് മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞാൽ BJPക്ക് സന്തോഷമാവും അല്ലേ? അതിനപ്പുറം നിങ്ങൾക്ക് എന്താ? ഏത് മതേതരത്വമാണ് നിങ്ങൾ പറയുന്നത്? ഒന്ന് അല്ല സമയം തരണം. 2, അദ്ദേഹം പറയുന്നു ഗോൾവാർക്കറുടെ ചിത്രത്തിന് മുമ്പ് നിന്നു. P. പരമേശ്വരന്റെ ഒരു പരിപാടിക്കകത്താണ് VD സതീശൻ നിന്നത്. അതേ പരിപാടി തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ VSH ഉണ്ടായിരുന്നു. ഏത് P. പരമേശ്വരൻ? മരിച്ചപ്പോൾ പുണ്യജന്മം എന്ന് പറഞ്ഞ പിണറായി വിജയൻ പുകഴ്ത്തിയ P. പരമേശ്വരന്റെ പേര് നോക്കട്ടെ. ഇനി ചരിത്രം 30 സെക്കൻഡ് കൂടി നമ്മുടെ ചർച്ചയിൽ അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമേ തന്നെ സമയം പറയുന്നതാണ്. 30 സെക്കൻഡ് കൂടി ഇനി ചരിത്രം അല്ലല്ല ഒരു മിനിറ്റ് എനിക്ക് എന്നെ ഇടപെടരുത്. ഇനി ചരിത്രം RSSനെ നിരോധിച്ചതിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ച നേതാവാരാ? EM ശങ്കരൻ നമ്പൂതിരിപ്പാടല്ലേ? കേരളത്തിന്റെ നിയമസഭയിൽ RSS നിരോധിച്ചതിനെതിരെ പ്രസംഗിച്ചില്ലേ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്? ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് കൊണ്ട് പരിപാടി നടത്തിച്ചതാരാ? EM ശങ്കരൻ നമ്പൂതിരിപ്പാടല്ലേ? പിന്നെ സമയം കഴിഞ്ഞു. ശ്രീ എമ്മിനെ കണ്ടതാരാ? ശരി, താങ്കൾ പറഞ്ഞല്ല ഉള്ള സമയമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ശ്രീ രാജപ്പി നായർ, ഇന്നത്തെ ചർച്ചയിൽ 2 കൂട്ടർക്കും സമയം കിട്ടിയില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. മാത്രമല്ല നേരത്തെ നിങ്ങൾ പറഞ്ഞ 2 ബൈറ്റും ശ്രീ രാജപ്പി നായർ ആവശ്യപ്പെട്ട VSന്റെ ബൈറ്റും ശ്രീ ജെയ്ക്സി തോമസ് അയച്ചു തന്ന ഉമ്മൻചാണ്ടിയുടെ ബൈറ്റും കൂടി ഒന്ന് കേൾക്കാം നമുക്ക്. യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ എല്ലാവരും 30 മീറ്റർ യാതൊരു കാരണവശാലും കൂട്ടരുത്. അങ്കമാലി മുതൽ അരൂർ ചേർത്തല വരെ നോക്കൂ, ഇപ്പം 30 മീറ്ററിലാണ് നല്ല റോഡ് ഇട്ടിരിക്കുന്നത്. ആ റോഡിന്റെ 2 സൈഡും കണ്ടാൽ തന്നെ അത് വെട്ടിമാറ്റിയാൽ തന്നെ പിന്നെ 30നും കുറയ്ക്കാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ അതിൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായം വന്നു. ആൾ പാർട്ടീസ് യോഗത്തിലെ ചർച്ചയിൽ എല്ലാവരും ഏകകണ്ഠമായി 30 മീറ്ററിൽ കൂടാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം കണിശമായി ഇത് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഉള്ള അഭിപ്രായമാണ് വന്നത്. ദേശീയ പാതയുടെ വീതി അത് 45 മീറ്റർ എന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരുന്നത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് 30 ആക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് കേരളത്തിന്റെ ആവശ്യം തള്ളി. ഒരു കാരണവശാലും 45-ൽ കുറവുള്ള നാഷണൽ ഹൈവേ അവർ ഏറ്റെടുക്കില്ല എന്ന് തീരുമാനിച്ചു. കേന്ദ്രമന്ത്രി ഇത് സംബന്ധിച്ച കേരളം ദേശീയപാത വികസനത്തിൽ സഹകരിക്കുന്നില്ല എന്ന നിലയിൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അവര് ഇറക്കിയതിനെ നമ്മൾ ഒരിക്കലും തെറ്റെന്ന് പറയുന്നില്ല. കാരണം അവര് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവര് 60 മീറ്റർ ആണ് അവരുടെ. ഒരു മിനിറ്റ് കൂടിയേ ഉള്ളൂ ജയ്ക്ക്. ചരിത്രവും യാഥാർത്ഥ്യവും ഒക്കെ മുന്നോട്ട് വരുമ്പോ കേരളം ഓർക്കുന്നത് എന്തായിരിക്കും? അല്ല, ഈ 2 വീഡിയോയ്ക്കുള്ള മറുപടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി ഇപ്പൊ നോക്കിയാൽ മതി എത്ര മീറ്ററിലാണ് കേരളത്തിലെ ദേശീയപാത ഇപ്പൊ യാഥാർത്ഥ്യമുള്ള മറുപടിയാണോ ഇപ്പോൾ പോയി നോക്കേണ്ടത്? അല്ല, അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിനെ സംബന്ധിച്ച്
ഇതിനെ സംബന്ധിച്ച് ഇപ്പോ 45 മീറ്ററിൽ എന്തായാലും കേരളത്തിൽ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നു. ഇതിനെ സംബന്ധിച്ച് ബഹുമാനിയായ കോൺഗ്രസ് നേതാവ് ബഹുമാനപ്പെട്ട CPI പ്രതി വ്യക്തിപരമായ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് വരാം. വ്യക്തിപരമായ മാന്യത ഉണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്ന് വരാം. ഞാൻ പറഞ്ഞതാണ് ശരി. സമയമാണ് സിരാജുപിന്നാർ. അതല്ലെങ്കിൽ നാണം കെട്ട രാഷ്ട്രീയ പ്രവർത്തനം മനസ്സിലായി? ചെറുപ്പക്കാരനല്ലേ നാണം കെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. നാണം കെട്ട രാഷ്ട്രീയം അച്യുതാനന്ദൻ പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഒരിക്കലും CPM 30 മീറ്റർ പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നാണം കെട്ട് ഇത്രയും ഉൾക്കൊണ്ടോ? ജയിക്കാൻ സഹതാപം തോന്നുന്നു. നിങ്ങൾക്ക് നാണോ മാനമുണ്ടോ? ഇനിയെങ്കിലും ഇത്തരത്തിൽ ചർച്ചയ്ക്ക് പോകാതിരിക്കും. നാണക്കേട്. എല്ലാവരും നിലപാട് എടുത്തിട്ടുമുണ്ട്, നിലപാട് മാറ്റിയിട്ടുമുണ്ട് എന്നത് മാത്രമാണ് നമ്മുടെ തന്നെ ചർച്ചയിലെ 2 പാനലിസ്റ്റുകളും ആവശ്യപ്പെട്ട പ്രകാരം ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് പോയി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്.